പാലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേലിന്റെ നിയമവിരുദ്ധ അധിനിവേശം 12 മാസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം UN പൊതുസഭ പാസാക്കി. പാലസ്തീൻ അവതരിപ്പിച്ച പ്രമേയത്തെ 124 പേർ അനുകൂലിച്ചു. US-ഉം ഇസ്രായേലും അടക്കം 14 പേർ എതിർത്തു. ഇന്ത്യ അടക്കം 43 രാജ്യങ്ങൾ വിട്ടുനിന്നു. UN-ൽ നിരീക്ഷണ പദവി മാത്രമുള്ളതിനാൽ പാലസ്തീന് UN പൊതുസഭയിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ സാധിക്കില്ലായിരുന്നു. പൊതുസഭാ പ്രമേയങ്ങൾ നടപ്പിലാക്കുവാൻ നിയമപരമായ ബാധ്യതയുമില്ല. എന്നാൽ 193 അംഗങ്ങളിൽ 124 പേർ അനുകൂലിച്ചത് പാലസ്തീൻ വിഷയത്തിലെ അന്താരാഷ്ട്ര നിലപാടിന് തെളിവാണ്. 1967 മുതൽ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി 7 ലക്ഷം യഹൂദരെയാണ് ഇസ്രായേൽ സർക്കാർ താമസിപ്പിച്ചിട്ടുള്ളത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UN-ന്റെ കീഴിലുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജൂലൈയിൽ വ്യക്തമാക്കിയിരുന്നു. കോടതി വിധിയെ അടിസ്ഥാനമാക്കിയാണ് UN പ്രമേയം അവതരിപ്പിച്ചത്. നയതന്ത്ര തീവ്രവാദമാണ് UN പ്രമേയത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. അതിനിടെ ലെബനനിലുണ്ടായ പേജർ, വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നസ്രല്ല ആരോപിച്ചു. ആരോപണം യുദ്ധക്കുറ്റവും യുദ്ധപ്രഖ്യാപനവുമാണ്. ഗാസയിലെ അതിക്രമം അവസാനിപ്പിക്കുന്നതുവരെ ഹിസ്ബുള്ളകൾ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുമെന്ന് TV പ്രസംഗത്തിൽ നസ്രുള്ള പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2 മിനിറ്റുകൾ കൊണ്ട് 5000 പേരെ വകവരുത്തുവാനാണ് ഇസ്രായേൽ ശ്രമിച്ചത്. ലെബനന്റെയും ലോകത്തിന്റെയും ചരിത്രത്തിൽ മുൻ നടപ്പില്ലാത്ത ആക്രമണമാണ് ഉണ്ടായതെന്ന് നസ്രുള്ള പറഞ്ഞു. 4000 പേജറുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ആയിരക്കണക്കിന് പേരെ കൊല്ലാൻ ശ്രമിച്ചത് കൊടും ഭീകരതയാണ്. കുറെ പേജറുകൾ കേടായതും കുറെ എണ്ണം പുറത്തെടുക്കാതിരുന്നതും മൂലം ഒട്ടേറെ മരണങ്ങൾ ഒഴിവായി. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോടും പ്രതിരോധ മന്ത്രി യോവാവ് ഗാലന്റിനോടും പറയുന്നതായും നസ്രുള്ള കൂട്ടിച്ചേർത്തു.